Assalamu alaikum. Good morning, my dear students. Welcome back to our English class. Are you ready to study? Okay, very good. Okay, then we can continue our chapter. Which is the chapter? Yes, birthday letter. Whose birthday letter? Yes, Jawaharlal Nehru. Write the letter to whom? Arkana? Yes, his daughter Indira. Okay, then take page number 46. Then Bapuji is in prison, but the magic of his has stolen the hearts of Indian millions, men and women, and even little children come out of their little shells and become India's soldiers of freedom. In India, today we are making history, and you and I are fortunate to see this happening before our eyes and to take some part ourselves in this great drama. അപ്പോൾ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു അല്ലേ, ബാപ്പുജി ഈസ് ഇൻ പ്രിസണിൽ കിടന്നിട്ട് ബാപ്പുജിയുടെ മെസ്സേജ്, ബാപ്പുജി പ്രിസണിലാണെങ്കിലും ബാപ്പുജിയുടെ മെസ്സേജ് ആളുകളുടെ മനസ്സിനെ വല്ലാണ്ട് സ്വാധീനിച്ചു. കുട്ടികളുടെയും വലിയവരുടെയും മുതിർന്നവരുടെയും എല്ലാം. അവർ ഗാന്ധിജി എന്താണോ പറയുന്നത് അത് ചെയ്യാൻ തയ്യാറായി അവരുടെ ആ ഒരു ഷെൽസിന് പുറത്തേക്ക് വന്നു. അപ്പോൾ ജവഹർലാൽ നെഹ്റു പറയുകയാണ് മകളോട്, എനിക്കും നിനക്കും ഭാഗ്യമുണ്ട് ടു സീ ദാറ്റ് ഹാപ്പനിങ് ബിഫോർ അവർ ഐസ്. എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണാൻ നമുക്ക് ഭാഗ്യം ഉണ്ട്. ആൻഡ് മാത്രമല്ല പിന്നെയോ ടു ടേക്ക് സം പാർട്ട് അവർ സെൽസ് ഇൻ ദിസ് ഗ്രേറ്റ് ഡ്രാമ. നമ്മുടെ മുന്നിൽ നടക്കുന്ന ഈ ഡ്രാമയിൽ നമുക്കും ഒരു പങ്ക് വഹിക്കാനുണ്ട്. ആ ഒരു പങ്ക് വഹിക്കാനുള്ള ചാൻസ് കിട്ടിയതിൽ നമ്മളെന്താണ് ഭാഗ്യവാന്മാരാണ്. ദെൻ നെക്സ്റ്റ്, വാട്ട് പാർട്ട് ഷാൾ വി പ്ലേ ഇൻ ഇറ്റ്. എന്ത് പാർട്ടാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്, എന്ത് റോളാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. ഇഫ് വി ആർ ടു ബി ഇന്ത്യാസ് സോൾജേഴ്സ് we have to respect India's honor, and that honor is a sacred trust. If we are to be India's soldiers, നമ്മൾ ഇന്ത്യയുടെ സോൾജേഴ്സായി മാറുകയാണെങ്കിൽ we have to respect India's honor. ഇന്ത്യയുടെ ബഹുമതി മുഴുവൻ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് കിട്ടും. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മൾ പങ്കാളികളാവുകയാണെങ്കിൽ ആ ഇന്ത്യൻ ചരിത്രത്തിൽ നമ്മുടെ പേരും എന്ത് ചെയ്യും, രേഖപ്പെടുത്തി വെക്കും. നമ്മളും അതിലെ ആ ഒരു ബഹുമതിക്ക് അംഗീകാരത്തിന് ഉടമയായി മാറുമെന്നാണ് അച്ഛൻ മകളോട് പറയുന്നത്. ഇറ്റ് ഈസ് നോ ഈസി മാറ്റർ ടു ഡിസൈഡ് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് നോട്ട്. ഇറ്റ് ഈസ് നോ ഈസി, അത് അത്ര വലിയ എളുപ്പമല്ല. ഇറ്റ് ഈസ് നോ ഈസി മാറ്റർ, അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ടു ഡിസൈഡ് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് നോട്ട്. എന്താണ് ശരി അല്ലെങ്കിൽ എന്താണ് ശരിയല്ലാത്തത്, എന്താണ് തെറ്റ് എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളത് എന്തല്ല, തീരുമാനമെടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇറ്റ് ഈസ് നോട്ട് ഈസി മാറ്റർ ടു ഡിസൈഡ്, തീരുമാനിക്കുക എന്നത്. വാട്ട് ഈസ് റൈറ്റ്, എന്താണ് ശരിയെന്ന് തീരുമാനിക്കുക. ആൻഡ് വാട്ട് ഈസ് നോട്ട്, എന്താണ് തെറ്റ് എന്ന് തീരുമാനിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല എന്നാണ് പറയുന്നത്. വൺ ലിറ്റിൽ ടെസ്റ്റ് ഐ ഷാൾ ആസ്ക് യു ടു അപ്ലൈ വെൻ എവർ യു ആർ ഇൻ ഡൗട്ട്. വൺ ലിറ്റിൽ ടെസ്റ്റ്, ഒരു ചെറിയ ടെസ്റ്റ്. ഐ ഷാൾ ആസ്ക് യു ടു അപ്ലൈ വെൻ എവർ യു ആർ ഇൻ ഡൗട്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ ടാസ്ക്, ഒരു ടെസ്റ്റ് പറഞ്ഞു തരാം. ഐ ഷാൾ ആസ്ക് യു ടു അപ്ലൈ വെനെവർ യു ആർ ഇൻ ഡൗട്ട്. എപ്പോഴെങ്കിലും നിനക്ക് സംശയം തോന്നുകയാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിനക്കൊരു ടെസ്റ്റ് പറഞ്ഞു തരാം. അതായത് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് നിനക്ക് എപ്പോഴെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിൽ ശരി ഏതാണ് തെറ്റേതാണെന്ന് കറക്റ്റ് പറയാൻ പറ്റാത്ത ഒരവസ്ഥ വരികയാണെങ്കിൽ ആ സമയത്ത് നിനക്കത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിനക്ക് ഒരു സൂത്രം പറഞ്ഞു തരാം എന്ന് അച്ഛൻ മകളോട് പറയാണ്. നെവർ ഡു എനിത്തിങ് ഇൻ സീക്രട്ട് ഓർ എനിത്തിങ് ദാറ്റ് യു വുഡ് വിഷ് ടു ഹൈഡ്. നെവർ ഡു എനിത്തിങ് ഇൻ സീക്രട്ട്. നെവർ, ഒരിക്കലും എന്ത് ചെയ്യരുത്. എനിത്തിങ്, ഒന്നും. ഇൻ സീക്രട്ട്, സീക്രട്ടായിട്ട് ഒരു കാര്യവും ചെയ്യരുത്. എനിത്തിങ് ദാറ്റ് യു വുഡ് വിഷ് ടു ഹൈഡ്. അതുപോലെ ഒരു കാര്യവും മറക്കാനും ശ്രമിക്കരുത്. അതായത് ഹൈഡ് മീൻസ് മറച്ചു വെക്കുക. അപ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല,
സീക്രട്ടായിട്ട് രഹസ്യമായിട്ട് ഒന്നും ചെയ്യരുത്, അതുപോലെ രഹസ്യമാക്കിയിട്ട് ഒന്നും മറച്ചു വെക്കരുത്, ഒളിച്ചു വെക്കരുത്, മറ്റുള്ളവരിൽ നിന്ന് ഒന്നും ഒളിച്ചു വെക്കരുത്. ഫോർ ദ ഡിസയർ ടു ഹൈഡ് എനിത്തിങ് മീൻസ് ദാറ്റ് യു ആർ അഫ്രൈഡ്. ഫോർ ദ ഡിസയർ, അങ്ങനെ നിൻ്റെ മനസ്സിലൊരു ആഗ്രഹം വരുന്നുണ്ടെങ്കിൽ, എന്തിനെ? ടു ഹൈഡ്, എന്തെങ്കിലും സാധനം ഒളിപ്പിച്ച് വെക്കണം അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കണം എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് യു ആർ അഫ്രൈഡ് സംതിങ്, നീ എന്തിനെയോ പേടിക്കുന്നുണ്ട് എന്നതാണ് അതിൻ്റെ അർത്ഥം. അതായത് നിനക്ക് എന്തിനെയോ പേടിയുണ്ട്, ആ പേടിയുള്ളത് കൊണ്ടാണ് ആ കാര്യം മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കാര്യത്തെയും പേടില്ല എങ്കിൽ നമുക്ക് ഒന്നും മറച്ചു വെക്കേണ്ടതില്ല അല്ലേ. അപ്പോൾ നമ്മുടെ ഭാഗത്തൊരു തെറ്റ് സംഭവിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് ഒന്നും മറച്ചു വെക്കാനുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക, നമുക്ക് മറച്ചു വെക്കണം എന്ന് തോന്നുക. ആ മറച്ചു വെക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ മൈൻഡിൽ ആ ഒരു പേടി ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ജവഹർലാൽ നെഹ്റു പറയുന്നത് എന്താണ്? ഒന്നും സീക്രട്ട് ആക്കരുത്, ഒന്നും ഹൈഡ് ചെയ്യരുത്. ഫോർ ദ ഡിസയർ ടു ഹൈഡ് എനിത്തിങ്, എന്തെങ്കിലും മറച്ചു വെക്കാൻ നിനക്കൊരു തോന്നൽ വരുന്നുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് യു ആർ അഫ്രൈഡ് എനിത്തിങ്, നീ എന്തിനെയോ പേടിക്കുന്നുണ്ട് എന്നാണ് അതിനർത്ഥം. ആൻഡ് ഫിയർ ഇസ് എ ബാഡ് തിങ്, ഇനി പേടി എന്ന് പറയുന്നതോ, ഫിയർ ഇസ് എ ബാഡ് തിങ്, അതൊരു മോശം കാര്യമാണ്. ആൻഡ് അൺവർത്തി ഓഫ് യു, നിനക്ക് നിന്നിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് എന്ത് വരുന്നത്? പേടി വരുന്നത്. അതുകൊണ്ട് ഇറ്റ്സ് എ ബാഡ് തിങ്. സോ ബി ബ്രേവ്, എപ്പോഴും എന്തായിരിക്കുക? ബ്രേവ് ആയിരിക്കുക, ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ചെയ്യുക. ആൻഡ് ഓൾ ദ റെസ്റ്റ് ഫോളോസ്, അങ്ങനെയാണെങ്കിൽ ബാക്കിയെല്ലാം പിറകെ വരും, ബാക്കിയെല്ലാം നമ്മോടൊപ്പം ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഒന്നും സീക്രട്ടായിട്ട് ചെയ്യരുത്, അതുപോലെ മറ്റുള്ളവരിൽ നിന്നൊന്നും മറച്ചു വെക്കരുത്. അങ്ങനെ ചെയ്യുന്നുണ്ട് എങ്കിൽ എന്തായിരിക്കും? ദാറ്റ് മീൻസ് യു അഫ്രൈഡ് സംതിങ്, നിങ്ങൾ എന്തിനെയോ പേടിക്കുന്നുണ്ട് എന്നാണ്. ബാഡ് എന്ന് പറയുന്നത്, പേടി എന്ന് പറയുന്നത് ബാഡാണ്. Okay, then you know that in our great freedom movement under Bapuji's leadership there is no room for secrecy or hiding. You know, നിങ്ങൾക്കറിയോ, that in our great freedom movement, നമ്മുടെ ഇന്ത്യൻ സ്വതന്ത്ര സമരത്തിൽ under Bapuji's leadership, ബാപ്പുജിയുടെ ലീഡർഷിപ്പിൽ നടന്നിട്ടുള്ള ആ സ്വാതന്ത്ര്യ സമരത്തിൽ there is no room, അവിടെ ഒരു ചാൻസും ഉണ്ടായിരുന്നില്ല for secrecy, രഹസ്യങ്ങൾക്ക് അല്ലെങ്കിൽ രഹസ്യമായിട്ടുള്ള ഒരു റൂം അവിടെ ഉണ്ടായിരുന്നില്ല, രഹസ്യമായിട്ടുള്ള ഒരു കലവറയും ഉണ്ടായിരുന്നില്ല. ഓർ ഹൈഡിങ്, അല്ലെങ്കിൽ മറച്ചു വെക്കപ്പെട്ടതായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. വി ഹാവ് നത്തിങ് ടു ഹൈഡ്, ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാൻ ഉണ്ടായിരുന്നില്ല. വി ഹാവ് നത്തിങ് ടു ഹൈഡ്, ഞങ്ങൾക്ക് മറച്ചു വെക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. വി ആർ നോട്ട് അഫ്രൈഡ് ഓഫ് വാട്ട് വി ഡു ഓർ വാട്ട് വി സേ. വി ആർ നോട്ട് അഫ്രൈഡ്, ഞങ്ങൾ ഒന്നിനെയും പേടിച്ചിരുന്നില്ല. ഓർ വാട്ട് വി ഡു, എന്താണോ ചെയ്യുന്നത് അതിനെയോ അല്ലെങ്കിൽ എന്താണോ പറയുന്നത് അതിനെയോ ഞങ്ങൾ പേടിച്ചിരുന്നില്ല. അതായത് എന്തും ചെയ്യാൻ ഞങ്ങൾക്ക് ധൈര്യമുണ്ടായിരുന്നു, എന്തും പറയാൻ ഞങ്ങൾക്ക് ധൈര്യമുണ്ടായിരുന്നു. വി വർക്ക് ഇൻ ദ സൺ ആൻഡ് ഇൻ ദ ലൈറ്റ്, വി വർക്ക് ഇൻ ദ സൺ, ഞങ്ങൾ സൂര്യനിലും വർക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യപ്രകാശത്തിലും വർക്ക് ചെയ്തു. ദാറ്റ് മീൻസ് പകലും ഞങ്ങൾ വർക്ക് ചെയ്തു. ആൻഡ് ഇൻ ദ ലൈറ്റ്, ലൈറ്റിൻ്റെ വെളിച്ചത്തിലും ഞങ്ങൾ വർക്ക് ചെയ്തു. ദാറ്റ് മീൻസ് നൈറ്റ്. അപ്പോൾ പകലും രാത്രിയും ഞങ്ങൾ വർക്ക് ചെയ്തു എന്നാണ് വി വർക്ക് ഇൻ ദ സൺ ആൻഡ് ഇൻ ദ ലൈറ്റ് എന്നുള്ളതിൻ്റെ മീനിങ്. അപ്പോൾ വി വർക്ക് ഇൻ ദ സൺ എന്ന് പറഞ്ഞാൽ സൂര്യനിലും വർക്ക് ചെയ്തു, ലൈറ്റിലും വർക്ക് ചെയ്തു. ദാറ്റ് മീൻസ് സൂര്യൻ എപ്പോഴാണ് ഉണ്ടാവുക? പകലാണ് ഉണ്ടാവുക അല്ലേ. സോ പകലും ഞങ്ങൾ വർക്ക് ചെയ്തു. ആൻഡ് ഇൻ ദ ലൈറ്റ്, രാത്രിയിലും ഞങ്ങൾ വർക്ക് ചെയ്തു. ഈവൻ സോ ഇൻ അവർ പ്രൈവറ്റ് ലൈഫ്സ് ലെറ്റ് us മേക്ക് ഫ്രണ്ട്സ് വിത്ത് ദ സൺ ആൻഡ് വർക്ക് ഇൻ ദ ലൈറ്റ് ആൻഡ് ഡു നത്തിങ് സീക്രറ്റ്ലി. ഈവൻ സോ ഇൻ അവർ പ്രൈവറ്റ് ലൈഫ്സ്, ഞങ്ങളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ജീവിതത്തിൽ പോലും ലെറ്റ് us മേക്ക് ഫ്രണ്ട്സ്, ഞങ്ങൾ ഫ്രണ്ട്സിനെ ഉണ്ടാക്കി. വിത്ത് ദ സൺ ആൻഡ് വർക്ക് ഇൻ ദ ലൈറ്റ്, അതായത് പകലും രാത്രിയും. ആൻഡ് ഡു നത്തിങ് സീക്രറ്റ്ലി, ഞങ്ങൾക്ക് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഞങ്ങൾക്ക് മറക്കാനൊന്നും ഉണ്ടായിരുന്നില്ല, ഒളിച്ചു വെക്കാനൊന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങളുടെ ഇടയിൽ രഹസ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പ്രൈവറ്റ് ലൈഫ്സിലും ഞങ്ങൾ ഫ്രണ്ട്സിനെ മേക്ക് ചെയ്തിരുന്നു, ഉണ്ടാക്കിയിരുന്നു. ആ സമയത്തും ഞങ്ങളുടെ പകലാണെങ്കിലും രാത്രിയാണെങ്കിലും അവിടെ യാതൊരുവിധ രഹസ്യങ്ങളും ഉണ്ടായിരുന്നില്ല. ആൻഡ് ഇഫ് യു ഡു സോ, അപ്പോൾ നിങ്ങളും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ
മൈ ഡിയർ, യു വിൽ ഗ്രോ അപ്പ് എ ചൈൽഡ് ഓഫ് ദ ലൈറ്റ്. നീ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നീയും ആരായി വളരും? ഗ്രോ അപ്പ് എ ചൈൽഡ് ഓഫ് ദ ലൈറ്റ്. പ്രകാശത്തിൻ്റെ ഒരു കുട്ടിയായിട്ട് നീ വളരും. ദാറ്റ് മീൻസ് നല്ല ഒരു കുട്ടിയായിട്ട്, മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്ന ഒരു കുട്ടിയായിട്ട് വളരാൻ നിനക്ക് കഴിയും മകളെ എന്നാണ് അച്ഛൻ മകളോട് പറയുന്നത്. ആൻഡ് അൺഅഫ്രൈഡ്, ആരെയും പേടിക്കാതെ. ആൻഡ് സെറീൻ ആൻഡ് അൺറഫിൾഡ് വാട്ട് എവർ മേ ഹാപ്പൻ. അപ്പോൾ പറയുന്നത് എന്താണ്? അങ്ങനെ നീ അൺഅഫ്രൈഡ്, മറ്റുള്ളവരെ പേടിക്കാതെ അല്ലെങ്കിൽ ഒന്നിനെയും ഭയക്കാതെ. ആൻഡ് സെറീൻ, കാം ആൻഡ് ക്വയറ്റ്, കാം ആൻഡ് പീസ്ഫുൾ, നല്ല ശാന്തമായിട്ടുള്ള സമാധാനപൂർണ്ണമായിട്ടുള്ള. ആൻഡ് അൺറഫിൾഡ് ആൾസോ കാം ആയിട്ടുള്ള ജീവിതം നയിക്കാൻ നിനക്ക് കഴിയും. വാട്ട് എവർ മേ ഹാപ്പൻ, എന്ത് തന്നെ സംഭവിച്ചാലും നല്ല കാം ആൻഡ് ക്വയറ്റ് ലൈഫ് നിനക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. എങ്ങനെയാണെങ്കിൽ? ഇഫ് യു ഡു സോ, നീയും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ. ദാറ്റ് മീൻസ് വിത്തൗട്ട് എനി സീക്രട്ട്, വിത്തൗട്ട് നത്തിങ് ടു ഹൈഡ്, ഒന്നും ഒളിക്കാനില്ലാതെ, ഒരു സീക്രട്ടും പറയാനില്ലാതെ, ഒരു സീക്രട്ടും ചെയ്യാതിരിക്കുകയാണെങ്കിൽ യു ക്യാൻ ലീവ് ലൈക്ക് ദിസ്. ഐ ഹാവ് റിട്ടൺ എ വെരി ലോങ് ലെറ്റർ ടു യു. ഞാനിപ്പോൾ നിങ്ങൾക്ക് എഴുതിയിട്ടുള്ളത് ഒരു വലിയ ലെറ്റർ തന്നെയാണ്. ആൻഡ് എറ്റ് ദർ ഈസ് സോ മച്ച് ഐ വുഡ് ലൈക്ക് ടു ടെൽ യു. ആൻഡ് ദ എറ്റ്, എന്നിരുന്നാലും ദർ ഈസ് സോ മച്ച്, ഇനിയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഐ വുഡ് ലൈക്ക് ടു ടെൽ യു, നിന്നോട് പറയാൻ ഉണ്ട്. ഞാൻ ഇപ്പോൾ എഴുതിയിട്ടുള്ള ഈ ലെറ്റർ എന്ന് പറയുന്നത് വളരെ വലിയൊരു ലെറ്ററാണ് മോളെ. ഇനിയും എങ്ങനെയാണെങ്കിലും ഇനിയും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. ഹൗ ക്യാൻ എ ലെറ്റർ കണ്ടെയ്ൻ ഇറ്റ്, എങ്ങനെയാണ് ഒരു ലെറ്ററിൽ ഇത്രയും കാര്യങ്ങൾ എനിക്ക് ഉൾപ്പെടുത്താൻ കഴിയുക. ഗുഡ് ബൈ ലിറ്റിൽ വൺ, ആൻഡ് മേ യു ഗ്രോ അപ്പ് ഇൻ ടു എ ബ്രേവ് സോൾജർ ഇൻ ഇന്ത്യ സർവീസ്. ആൻഡ് ഗുഡ് ബൈ മൈ ലിറ്റിൽ വൺ, ആൻഡ് മേ യു ഗ്രോ അപ്പ്, അപ്പോൾ നീ വളരണം. അപ്പ് ടു ഇന്ത്യ ബ്രേവ് സോൾജർ ഇൻ ഇന്ത്യ സർവീസ്, ഇന്ത്യയുടെ സർവീസിലെ ഏറ്റവും നല്ല ഒരു സോൾജറായിട്ടും നീ വളരണം. വിത്ത് ഓൾ മൈ ലവ് ആൻഡ് ഗുഡ് വിഷസ്, സ്നേഹത്തോടെ എല്ലാവിധ ആശംസകളും. യുവർ ലവിങ് ഫാദർ, ജവഹർലാൽ നെഹ്റു. സൈനാണ് ആൻഡ് നെയിം. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ലെറ്റർ അവസാനിപ്പിക്കുമ്പോൾ ചെയ്യേണ്ടതാണ് യുവർ ലവിങ് ഫാദർ, അത് സല്യൂട്ടേഷൻ, ആൻഡ് ദെൻ സിഗ്നേച്ചർ ആൻഡ് നെയിം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്കൊരു ലെറ്ററിൻ്റെ മാതൃകയാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് എക്സ്റ്റെൻഡ് റീഡിങ്ങിലെ വർക്കാണ്. ചെക്ക് ഹൗ വെൽ യു റീഡ്, നിങ്ങൾ എങ്ങനെ വായിച്ചു എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഹിയർ ആർ സം സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ഓൺ ദ ലെറ്റർ. ഈ ലെറ്ററുമായി ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പുട്ട് എ ടിക്ക് മാർക്ക് ഇൻ ദ റൈറ്റ് കോളം ഫോർ ദ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ആർ ട്രൂ. ഇവിടെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്നുണ്ടെങ്കിൽ ടിക്ക് ഇടാം, ട്രൂ, അത് ട്രൂ ആണെങ്കിൽ ടിക്ക് ഇടുക. ഇനി ഇവിടെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? യെസ്, ഇൻറ്റു മാർക്ക് ഇടുക. ദാറ്റ്സ് ഫാൾസ്, തെറ്റാണ്. കറക്റ്റ് ദ ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ സ്പേസ് ഗിവൺ ബിലോ ദ ടേബിൾ. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് അടയാളപ്പെടുത്തുക. അപ്പോൾ നെഹ്റു വാസ് ഇംപ്രിസൺഡ് ഫോർ ടേക്കിംഗ് പാർട്ട് ഇൻ ദ ഫ്രീഡം ഫൈറ്റ്. അപ്പോൾ ഫ്രീഡം ഫൈറ്റിൽ പങ്കെടുത്തത് കാരണം നെഹ്റുവിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ശരിയാണോ തെറ്റാണോ? യെസ്, യു ക്യാൻ ടിക്ക് ട്രൂ, അല്ലേ? ശരിയാണ്. ഇന്ദിര നെവർ ഗോട്ട് എനി പ്രസൻറ്റ് ആസ് ഹെർ ബർത്ത്ഡേ ഗിഫ്റ്റ്. ഇന്ദിരയ്ക്ക് ഒരിക്കലും എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുന്നത്? ആ ഗിഫ്റ്റ്, അവളുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ഒന്നും കിട്ടാറുണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. ശരിയാണോ തെറ്റാണോ? തെറ്റാണ്, അല്ലേ? അപ്പോൾ ട്രൂ. ഇതെന്താണ്? ഫാൾസ്. നെക്സ്റ്റ്, നെഹ്റു ആൾവേസ് എൻജോയ്ഡ് അഡ്വൈസിങ് ഹിസ് ഡോക്ടർ. നെഹ്റു എപ്പോഴും തൻ്റെ മകളെ അഡ്വൈസ് ചെയ്യുന്നത്, ഉപദേശിക്കുന്നത് ഇഷ്ടപ്പെട്ടിരുന്നു, ആസ്വദിച്ചിരുന്നു. ശരിയാണോ? അല്ല, അല്ലേ? തെറ്റാണ്, അല്ലേ? യെസ്. ദെൻ റൈറ്റിംഗ് എ ലെറ്റർ ഈസ് നോട്ട് ഈക്വൽ ടു എ ഡിസ്കഷൻ ആസ് ദ ഫോർമർ ഈസ് വൺ സൈഡഡ്. റൈറ്റിംഗ് എ ലെറ്റർ ഈസ് നോട്ട് ഈക്വൽ ടു എ ഡിസ്കഷൻ ആസ് ദ ഫാർമർ ഈസ് വൺ സൈഡഡ്. ഫോമർ ഈസ് വൺ സൈഡഡ്. അപ്പോൾ റൈറ്റിംഗ് എ ലെറ്റർ എന്ന് പറയുന്നത് ഈസ് നോട്ട് ഈക്വൽ ടു എ ഡിസ്കഷൻ, ഒരു ഡിസ്കഷന് തുല്യമല്ല. ആസ് ദ ഫോമർ ഈസ് വൺ സൈഡഡ്. ശരിയാണോ തെറ്റാണോ? തെറ്റാണ്, അല്ലേ? സോറി. ശരിയാണ്.
ഈക്വൽ അല്ല എന്നാണ് പറയുന്നത്. ഡിസ്കഷന് ഈക്വൽ അല്ല എന്ത്, ഒരു ലെറ്റർ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇൻ ഹിസ്റ്ററി വി ഡോണ്ട് റീഡ് ഓഫ് ഗ്രേറ്റ് പീരീഡ്സ് ഇൻ ദ ലൈഫ് ഓഫ് നേഷൻ ഓഫ് ഗ്രേറ്റ് മെൻ ആൻഡ് വിമൻ. ഇൻ ഹിസ്റ്ററി ചരിത്രത്തിൽ വി ഡോണ്ട് റീഡ് ഓഫ് ഗ്രേറ്റ് പീരീഡ്സ് ഇൻ ലൈഫ് ഓഫ് നേഷൻസ് ഓഫ് ഗ്രേറ്റ് മെൻ ആൻഡ് വിമൻ. നിങ്ങൾ ഹിസ്റ്ററിയിൽ ഗ്രേറ്റ് പീരീഡിനെ കുറിച്ചിട്ടും പിന്നെ അവരുടെ ലൈഫിനെ കുറിച്ചും നാഷനെ കുറിച്ചൊന്നും വായിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്, തെറ്റാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ദ ഡിസയർ ടു ഹൈഡ് എനിത്തിങ് ഷോസ് ദാറ്റ് യു ആർ ബ്രേവ്. ദ ഡിസയർ ആഗ്രഹം, ടു ഹൈഡ് മറക്കാനുള്ള, എനിത്തിങ് ഷോസ് എന്തെങ്കിലും മറച്ചു വെക്കാൻ തോന്നുന്ന ആ ഒരു ഡിസയർ, ദാറ്റ് യു ആർ ബ്രേവ്, അത് നിന്നെ ബ്രേവ് ആക്കുമെന്നാണ് പറയുന്നത്. ശരിയാണോ തെറ്റാണോ? തെറ്റാണ് അല്ലേ. ദെൻ അണ്ടർ ബാപ്പുജീസ് ലീഡർഷിപ്പ് ദർ ഇസ് നോ സ്കോപ്പ് ഫോർ സീക്രസി ഓർ ഹൈഡിങ്. ഓക്കെ, ട്രൂ. നെഹ്റു റോട്ട് എ ഷോർട്ട് ലെറ്റർ ടു ഇന്ദിര. നെഹ്റു ചെറിയൊരു ലെറ്ററാണ് ഇന്ദിരയ്ക്ക് എഴുതിയത്. ഫോൾസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നിങ്ങളോട് പറയുന്നത്, ഇപ്പം ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നിങ്ങളോട് പറയുന്നത് ഇവിടെ തെറ്റുള്ള സെൻറ്റൻസുകൾ, ശരിയായിട്ടുള്ളത് എഴുതണ്ട, തെറ്റുള്ള സെൻറ്റൻസുകൾ ഏതൊക്കെയാണെന്ന് ഇപ്പോൾ നമ്മൾ കണ്ടു. ആ സെൻറ്റൻസുകൾ കറക്റ്റ് ചെയ്തിട്ട് എഴുതിയിട്ട് ടീച്ചർക്ക് അയച്ചു തരാം. ഓക്കെ, അതിൽ തെറ്റ് തിരുത്തിയിട്ട് ടീച്ചർക്ക് സെൻഡ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വരുന്നത് മാച്ച് ദ സെൻറ്റൻസ് പാർട്സ് ഇൻ കോളം എ വിത്ത് ദോസ് ഇൻ കോളം ബി ടു ഫോം മീനിങ് ഫുൾ സെൻറ്റൻസസ്. എ കോളത്തിലും ബി കോളത്തിലുള്ളത് മാച്ച് ചെയ്യാനാണ്. ഫസ്റ്റ് എ കോളത്തിൽ കൊടുത്തിട്ടുള്ളതിൻ്റെ സെക്കൻഡ് പാർട്ട് ബി കോളത്തിലുണ്ട്. അത് തിരഞ്ഞെടുത്തിട്ട് എയും ബിയും മാച്ച് ചെയ്തിട്ട് എഴുതാം. ഓക്കെ, സെൻറ്റൻസ് ഫുൾ ചെയ്ത് എഴുതാം. ഫസ്റ്റ് എക്സാമ്പിൾ വേണമെങ്കിൽ ടീച്ചർ വായിക്കാം. ദ മാജിക് ഓഫ് ബാപ്പുജീസ് മെസ്സേജ്. ബാപ്പുജിയുടെ സന്ദേശത്തിൻ്റെ മാന്ത്രികത എന്ത് ചെയ്തു? ഇൻസ്പയർ പീപ്പിൾ ടു ഡു ഗ്രേറ്റ് ഡീഡ്സ്. ആളുകളെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ഇൻസ്പയർ ചെയ്തു, പ്രേരിപ്പിച്ചു എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെത്. അപ്പോൾ ഇത് ഒന്നിച്ച് എഴുതിയിട്ട് സെൻറ്റൻസ് വൺ എഴുതുക. എന്നിട്ട് ദ മാജിക് ഓഫ് ബാപ്പുജീസ് മെസ്സേജ് ഇൻസ്പയർ പീപ്പിൾ ടു ഡു ഗ്രേറ്റ് ഡീഡ്സ്. ഓക്കെ, അതുപോലെ ബാക്കിയുള്ള സെൻറ്റൻസുകൾ നിങ്ങൾ എഴുതുക. ഓക്കെ, അത് എഴുതി കഴിഞ്ഞിട്ട് അത് ഇവിടെ താഴെ സെൻറ്റൻസ് എഴുതുക. ഇതിൽ നിങ്ങൾ ടെക്സ്റ്റിൽ ജസ്റ്റ് ഇത് എന്ത് ചെയ്യുക, വരച്ചിട്ട് മാച്ച് ചെയ്തിടുക. എന്നിട്ട് ആ മാച്ച് ചെയ്ത് വെച്ചത് നിങ്ങൾ നോട്ടിൽ സെൻറ്റൻസ് ആയിട്ട് എഴുതുക. ടെക്സ്റ്റിൽ ഈ സെൻറ്റൻസ് ടെക്സ്റ്റിൽ എഴുതേണ്ട കാര്യമില്ല, നോട്ടിൽ എഴുതിയാൽ മതി. ഓക്കെ, then we can stop here and we can continue on next class. Okay, thank you. Assalamu alaikum.